പുനർമൂല്യനിർണയ പോർട്ടൽ വഴി 28,000-ലധികം അപേക്ഷകൾ സമർപ്പിച്ചതായി CBSE. ഒരേ സമയം 14,000 ഉപയോക്താക്കൾക്ക് പോർട്ടൽ ഉപയോഗിക്കാനാകും. പോർട്ടലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും CBSE വ്യക്തമാക്കുന്നു. ബൽറാം റിങ്ങാടി അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്നും. ബൽറാം, നേരത്തെ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ ഉണ്ടായത് ഒരേ സമയം കൂടുതൽ പേർ ലോഗിൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണോ ഇപ്പോൾ CBSE നൽകുന്ന വിശദീകരണം? വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, CBSE ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം അനുസരിച്ച് നിലവിൽ ഇപ്പോൾ പുനർമൂല്യനിർണയ പോർട്ടൽ അത് പ്രശ്നങ്ങളില്ലാതെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിവരെയുള്ള കണക്കുകളാണ് CBSE ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിരിക്കുന്നത്. രാത്രി 10 മണിവരെ 28,000-ലധികം അപേക്ഷകൾ സമർപ്പിച്ചതായാണ് CBSE വ്യക്തമാക്കുന്നത്. ഒരേ സമയം 14,000 ഉപയോക്താക്കൾക്ക് ഈ പോർട്ടൽ ഉപയോഗിക്കാനാകും എന്നാണ് CBSE അറിയിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ലോഗിന് ശേഷമുള്ള സെഷന്റെ സമയപരിധി നീട്ടിയത് അടക്കമുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് വിദ്യാർത്ഥികളുടെ കൂടി അഭ്യർത്ഥനയും സൗകര്യവും അനുസരിച്ചാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെന്നും CBSE വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പോർട്ടലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി മുഴുവൻ സമയം നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് CBSE ഔപചാരികമായി അറിയിക്കുന്നത്. അതേസമയം ഈ സമയത്തും ലോഗിൻ പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായുള്ള പരാതികൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അത്തരം പരാതികൾ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതേസമയം അത് മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ നെറ്റ്വർക്കിംഗ് പ്രശ്നങ്ങളോ അടക്കമുള്ളവ ആകാം എന്നുള്ളതാണ് CBI കേന്ദ്രങ്ങൾ അനൗപചാരികമായി അറിയിക്കുന്നത്. നിലവിലിപ്പോൾ CBSEയുടെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ലോഗിൻ പോർട്ടൽ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയിക്കുന്നത്. ബൽറാം, മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായത് ഈ ലോഗിൻ ഇഷ്യൂ അല്ലാതെ മറ്റൊരു പ്രശ്നം ഈ സ്കാനിങ്ങിലുള്ളതാണ്. അതായത് ഒരു വിദ്യാർത്ഥി അപേക്ഷ നൽകുമ്പോൾ അവർക്ക് കിട്ടുന്നത് മറ്റ് ആരുടെയോ ഉത്തരപേപ്പറാണ്, അതിന്റെ കോപ്പിയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പൊതുവിലുണ്ടായിരുന്നു. അത് കാര്യം CBSE സ്ഥിരീകരിച്ചതുമാണ്. അത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം പുതുതായി CBSE നൽകുന്നുണ്ടോ? പ്രജിൻ, CBSEയുടെ പുനർമൂല്യനിർണയത്തിന്റെ ആദ്യപടിയായുള്ള ഈ പരീക്ഷാ ഉത്തരപേപ്പറിന്റെ പകർപ്പ് വാങ്ങുന്ന ഘട്ടത്തിലാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പരീക്ഷാ ഉത്തരപേപ്പറിന്റെ പകർപ്പ് സ്കാൻ ചെയ്തത് വ്യക്തതയില്ലാത്തതാണ് എന്ന മനസ്സിലായത്. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പരാതികൾ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ CBSE ഉന്നതതല യോഗത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി CBSE തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഉൾപ്പെടെയാണ് ഇതിന്റെ കരാർ കമ്പനിക്ക് പിഴ ചുമത്തുന്ന നടപടികൾ അടക്കം CBSE പരിഗണിച്ചു വരികയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം നിലവിലിപ്പോൾ നടക്കുന്നുണ്ട്. ഇതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ കമ്പനിക്ക് പിഴ ചുമത്തുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഈ കരാർ അനുസരിച്ച് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ഇവർക്ക് കനത്ത പിഴ തന്നെ ചുമത്താൻ കഴിയുമെന്നുമാണ് CBSE കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.